എല്ലാവർക്കും നമസ്കാരം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് രാജ്യത്ത് പുതിയ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ചുമതലയേൽക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. ഈ മാറ്റത്തോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ വലിയ അഴിച്ചുപണികൾ നടക്കുന്നു എന്ന തരത്തിൽ നിരവധിയായ അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത ഉപപ്രധാനമന്ത്രിയാകുമോ? നിർമ്മല സീതാരാമൻ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ സാധ്യതയുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നീറ്റ് പേപ്പർ ചർച്ചയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്കും അതിൻ്റെ വസ്തുതകൾക്കും ഉള്ള ഉത്തരം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനിടയിൽ തലസ്ഥാനത്ത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് നിർമ്മല സീതാരാമൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക്. ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് മാറ്റുമെന്ന ശക്തമായ അഭ്യൂഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ ഏകോപിപ്പിക്കാൻ അവരുടെ പരിചയസമ്പത്ത് ഉപയോഗിക്കാമെന്നായിരുന്നു പ്രചരണം. അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത ായി ചുമതലയേൽക്കുമെന്ന വാദങ്ങളും സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും സജീവമായിരുന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് മുതിർന്ന നേതാവായ പ്രഹ്ലാദ് ജോഷിയെ ഈ സുപ്രധാന പദവിയിലേക്ക് നിയോഗിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ പ്രഹ്ലാദ് ജോഷി? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം ഏൽപ്പിക്കുന്നത്? കർണാടകയിലെ ധാർവാഡിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവാണ് അദ്ദേഹം. പാർലമെന്ററി കാര്യം, കൽക്കരി, ഖനി മന്ത്രാലയം തുടങ്ങിയ നിരവധി സുപ്രധാന വകുപ്പുകൾ മുൻപ് കൈകാര്യം ചെയ്ത് പരിചയസമ്പത്തുണ്ട്. നരേന്ദ്രമോദി സർക്കാരിലെ ഏറ്റവും വിശ്വസ്തതയും കാര്യക്ഷമതയുമുള്ളവരുമായ മന്ത്രിമാരിൽ ഒരാളാണ് പ്രഹ്ലാദ് ജോഷി. സങ്കീർണമായ പ്രതിസന്ധികൾ പരിഹരിക്കുവാനും പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ പാർലമെന്റിൽ ശാന്തമായി നേരിടാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് ഈ പദവിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തകർന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിശ്വാസം തിരിച്ചുപിടിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇനി നീറ്റ് വിവാദത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന രണ്ട് സുപ്രധാന ചോദ്യങ്ങളിലേക്ക് കടക്കാം. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഏതെങ്കിലും മാധ്യമങ്ങളോ ബാഹ്യ ഏജൻസികളോ അല്ല ഇത് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ കീഴിലുള്ള NTA, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് പരീക്ഷാ ക്രമക്കേടുകൾ ആദ്യം കണ്ടെത്തുന്നത്. മാർക്കുകളിലെ അപാകതകളും സമയക്രമത്തിലെ വ്യത്യാസങ്ങളും ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ NTA ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. അതായത് കുറ്റം മറച്ചുവെക്കാനല്ല, മറിച്ച് അത് പരിഹരിക്കാനാണ് മന്ത്രാലയവും NTAയും തുടക്കം മുതലേ ശ്രമിച്ചത് എന്നതാണ് വസ്തുത. ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. കേസ് അന്വേഷിച്ച CBI ഔദ്യോഗികമായി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ പേപ്പറിന്റെ ആദ്യത്തെ ഔദ്യോഗിക ചർച്ചയും മോഷണവും നടന്നത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ ഒരു ഹസാരി ബാഗ് സെന്ററിൽ നിന്നാണ് ചോദ്യപേപ്പർ മോഷ്ടിക്കപ്പെട്ടത് എന്ന് CBI വ്യക്തമാക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പേപ്പർ ചോർച്ച നടന്ന ജാർഖണ്ഡിൽ ഭരണം നടത്തുന്നത് BJP അല്ല, മറിച്ച് കോൺഗ്രസ് സഖ്യ സർക്കാരാണ്. കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുന്നവർ ഈ വസ്തുത മറച്ചുവെക്കുകയാണെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയരുന്നുണ്ട്. ചുരുക്കത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളും അഭ്യൂഹങ്ങളും ഒരു വശത്ത് നടക്കുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ വലിയൊരു അഴിച്ചുപണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി വരുന്നതോടെ പരീക്ഷാ ബോർഡുകളും NTAയിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഈ വിഷയത്തെക്കുറിച്ചും ജാർഖണ്ഡിലെ പേപ്പർ ചോർച്ചയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.